അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം. നാനാത്വത്തിൽ ഏകത്വമെന്നും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്നും മതേതരത്വത്തിൻ്റെ നാഡീവ്യൂഹമെന്നുമൊക്കെ നമ്മൾ അഭിമാനിച്ചെടുത്ത് നിന്നുമാണ് വർഗീയ വാൾ ഇന്ത്യയെ മുറിച്ച് ആ രക്തം കൊണ്ട് വർഗീയ രാഷ്ട്രീയ ചരിതമെഴുതുന്നത്. കേന്ദ്രത്തിൽ BJP നടത്തുന്നത് പ്രത്യക്ഷ വർഗീയതയാണ് എങ്കിൽ കേരളത്തിൽ LDF വർഗീയത പ്രതിരോധത്തിനും നിലനിൽപ്പിനുമായി മതചിന്തകളെ മാറ്റിക്കഴിഞ്ഞു. ഇത് കേരള നെഞ്ചിലെ തീയാണ്. ആ അഗ്നി കെടാതെ ആളിപ്പിടർത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് BJP, RSSനെ പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും. വ്യത്യസ്ത ജനസമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ഹനിക്കുന്ന പ്രസ്താവനകൾ കൊണ്ട് ഇരപിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ന്. അതിൽ നിന്നും വ്യത്യസ്തമായി മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന കോൺഗ്രസ് സമഭാവനയോടെ ജനത്തിനെ കൂടെ നിർത്താനുള്ള ശ്രമത്തിലുമാണ്. BJP വർഗീയത പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ അധികാരത്തിലേറിയത് തന്നെ വർഗീയ ധ്രുവീകരണത്തിലൂടെയാണ്. ഹിന്ദു രാജ്യം വരണമെന്ന RSS അജണ്ട BJP ഭരണത്തിലൂടെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ചരിത്രം മായ്ച്ച് അവിടെ സംഘപരിവാർ ഇച്ഛക്കനുസരിച്ച് RSS എഴുതി പഠിപ്പിച്ച പ്രാകൃത ചിന്താധാരകളെ കുത്തി നിറയ്ക്കുകയാണ്.